ഹലോ ഗൈസ്. അപ്പോൾ നാളെ SLC റിസൾട്ട് വരാൻ വേണ്ടി പോവാണ്. നാളെ രാവിലെയാണോ ഉച്ചക്കാണെന്നുള്ളതൊക്കെ പ്രഖ്യാപിക്കും. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഫീഡിലൊക്കെ അറിയിക്കാം. അപ്പോൾ നാളെ റിസൾട്ട് നോക്കാൻ വേണ്ടി പോകുമ്പോൾ SLC റിസൾട്ട് നോക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. എന്തെങ്കിലും സാർ നിങ്ങൾ വെറുതെ പിന്നെ ഡേറ്റ് അടിക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കണം, അതിനെ പറ്റിയല്ല കേട്ടോ. റിസൾട്ട് നോക്കുന്നതിനെ പറ്റിയല്ല. റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാരണം ഇത് എൻ്റെ SLC റിസൾട്ടാണ്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. SLC റിസൾട്ട് നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല ലൈക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അതിൽ സംശയമൊന്നുമില്ല. ചിലപ്പോൾ നന്നായി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചോളം അവർ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് അവർ നാളെ നോക്കാം. അത് ചിലപ്പോൾ നല്ല മാർക്ക് അവർ കിട്ടും. അവരെ സംബന്ധിച്ചോളം അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെ, അതിലൊരു സംശയമില്ല. എന്നാൽ ചില ആളുകളുണ്ട് പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ മടിയായിരിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ ചില മാർക്ക് കുറയോ എന്ന് പേടിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടും ഈ രണ്ടുപേരോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ റിസൾട്ട് നാളത്തത് എന്ത് തന്നെ ആയാലും അത് ഒരിക്കലും എന്തിനെ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം മുഴുവൻ നാളത്തെ ഒരു ദിവസം റിസൾട്ടിലാന്ന് ഒരിക്കലും നിങ്ങൾ ആരും കരുതണ്ട. കാരണം ഞാൻ എൻ്റെ റിസൾട്ട് ഒന്ന് കാണിച്ചിട്ട് ബാക്കി ആയിരുന്നപ്പോൾ ഇതാണ് എൻ്റെ SLCയുടെ മാർക്ക് ലിസ്റ്റ്. അപ്പോൾ ഞാൻ SLC 2012 ഞാൻ SLC എക്സാം എഴുതി, അല്ലെങ്കിൽ റിസൾട്ട് വേണ്ടി കാത്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് റിസൾട്ട് കാത്തിരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പഠിച്ചോനെ ഒരു 5 A+ എങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. 5 മതി, 5 A+, ഒരു 3A, 2B+, അത്രയൊക്കെ മതി. കാരണം ഞങ്ങൾക്ക് വളരെ ആവറേജ് സ്റ്റുഡൻറ്റ്. അത്ര ആവറേജ് ആണെങ്കിൽ ബിലോ ആവറേജ് ആണെങ്കിൽ പറയാം, അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. നിങ്ങളെ വെൻ കമ്പയർ ടു യു, നിങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എത്രയോ താഴെയായിരുന്നു പഠിക്കുന്ന സമയത്ത്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ SLC റിസൾട്ടാണ്. എക്സ്ക്ലൂസീവ് SLC ബുക്ക് നിങ്ങൾ മുന്നിൽ കാണിക്കുകയാണ്. പിടിച്ചോ, എത്ര A+ കാണണ നോക്ക്. A only, മലയാളം പേപ്പർ A only, ഫസ്റ്റ് ലാംഗ്വേജ് A+, ഒരൊറ്റ A+ ഉള്ളത്. പിന്നെ ഇംഗ്ലീഷ് B+, ഹിന്ദി A, സോഷ്യൽ സയൻസ് B+. ഞാനിപ്പോൾ എടുക്കുന്ന കേരളത്തിലെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ സോഷ്യൽ സയൻസിന് മാർക്ക് എത്രയാണെന്ന് അറിയാം. അന്ന് B+, ഫിസിക്സ് B+, കെമിസ്ട്രി C+, ബയോളജി A, മാത്തമാറ്റിക്സ് B, ഇൻഫർമേഷൻ ടെക്നോളജി എനിക്ക് A ഉണ്ടായിരുന്നത്. എന്താ നിഹാൽ സാറേ ഇങ്ങനെയൊക്കെ ആയ സമയത്ത് എന്തും പഠിച്ചുകൂടിയെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടാവും. ഞാൻ എന്തിനാണ് എൻ്റെ SLC ബുക്ക് എക്സ്ക്ലൂസീവ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അല്ലെങ്കിൽ SLCക്ക് ശേഷം ഞാൻ +2 പഠിക്കും. ഇതെൻ്റെ +2 സർട്ടിഫിക്കറ്റാണ്. ഇതിൽ പിന്നെ ഗ്രേഡ് ഇവിടെ ഉണ്ട്. ശരിക്കും എൻ്റെ SLCൻ്റെ പെർസെൻറ്റേജ് എനിക്ക് വെറും 73% മാർക്കേ ഉള്ളൂ. +2 എത്തിക്കുമ്പോൾ അതെനിക്ക് 87% എത്തിക്കാൻ സാധിച്ചു. 87% +2 വാങ്ങുന്ന പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് സംബന്ധിച്ചോളം അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ നന്നായി അവിടെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഞാൻ 2 ഡിഗ്രി ചെയ്തിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഞാൻ പിന്നെ എൻ്റെ ബാച്ചലർ ഡിഗ്രി B.Ed ഡിഗ്രി ഞാൻ ചെയ്തു. അതിനുശേഷം ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, കേട്ടറ്റ് എക്സാം എന്ന് പറഞ്ഞ എക്സാം ലെവൽ 3 ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ, ഇനിയും ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. തൽക്കാലം ഞാൻ എൻ്റെ ഒറ്റ കവറിലെ കാര്യങ്ങളെ കാണിച്ചു. ഞാൻ എന്തിനാണ് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SLC കൊണ്ട് ലൈഫ് അവസാനിക്കുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഒരേ A+ ഇട്ടേ നിഹാലിന് ഇങ്ങോട്ടൊന്നും പോകാനൊന്നാവില്ല, നീ വല്ല എന്തെങ്കിലും പഠിത്തം വല്ല പണിക്ക് പോയാൽ മതി എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വീഡിയോ എടുക്കാനും ഞാൻ ഉണ്ടായിരിക്കില്ല. അപ്പം നാളത്തെ മാർക്ക് ഏറ്റവും കൂടിയ ആൾ ഇനി ഒന്നും നോക്കണ്ട, ഞാൻ +1 സയൻസ് എടുത്ത് ഞാൻ അവിടെ ചില്ലും, ഇനി വീണ്ടും ഫുൾ A+, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നാളെ ഫുൾ A+ കിട്ടിയ ആൾക്കാർ ലൈഫിൽ നിങ്ങൾ ഈ വർഷം എടുത്താലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ഉണ്ട്. അത് കണ്ടിന്യൂ ചെയ്താലേ ഉള്ളൂ ഈ ഒരു സാധനം നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇനി മാർക്ക് കുറഞ്ഞ ആൾക്കാർ, ഇപ്പോൾ 10th മാർക്ക് കുറവാണ്, ഞാൻ +1 സയൻസ് എടുക്കണോ സാറേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കാലാകാലം നിങ്ങൾ 10th പഠിച്ച അതേ രീതിയിലാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ SLCയുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് ആ മാർക്കിന് കിട്ടുന്ന ഒരു സാധനം, എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി, അല്ലെങ്കിൽ എനിക്ക് കൊമേഴ്സ് മതി. ഞാൻ പ്രിഫർ ചെയ്യുക ഒരു കുട്ടി നിങ്ങൾക്ക്, അതായത് ലൈഫിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ലൈഫിൽ കുറച്ചും കൂടി, കാരണം എന്താ, നമുക്ക് കറക്റ്റ് നമ്മുടെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഞാൻ ഏതാ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്തെന്ന് ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു 90% ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. അവൻ്റെ +2 ഒക്കെ കഴിയുമ്പോഴേക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയാം. അപ്പം അയ്യോ ഞാൻ കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് എടുത്തു, അല്ലെങ്കിൽ ഞാൻ അത് അങ്ങനെ വിചാരിക്കരുത്. അതായത് നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ എല്ലാ ഫീൽഡിലേക്കും പോകാം. ഇപ്പം ഞാൻ പേഴ്സണൽ ഞാൻ കൊമേഴ്സ് എടുത്ത ഒരാളാണ്, പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നൊരു സയൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാരണം കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് മോശം എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ലൈഫിൻ്റെ എല്ലാ മേഖലയിലേക്കും നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഞാൻ സയൻസ് എടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബാക്കിയുള്ള മോശക്കാരെ ഞാൻ പറയുന്നില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളോട് ഷെയർ ചെയ്തു മാത്രം. അപ്പം നാളെ റിസൾട്ട് നോക്കും. നിങ്ങൾ മനസ്സ് വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പഠിച്ചതിൻ്റെ റിസൾട്ട് അത്രേ ഉള്ളൂ. ഇനി ഞാൻ നന്നായി പഠിക്കുമ്പോൾ റിസൾട്ട് കൂടും, ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തും. ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അല്ലാതെ നാളത്തെ മാർക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൻ്റെ എൻഡിങ് പോയിന്റ് അല്ല. അത് ഫുൾ A+ ആണെങ്കിലും ഇനി ഒരു A+ ഇല്ലെങ്കിലും ജസ്റ്റ് പാസ് ആണെങ്കിലും
അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് നാളെ റിസൾട്ട് നോക്കേണ്ടത്. അല്ലാതെ അയ്യോ അമ്മ എൻ്റെ അച്ഛ ഇത് റിസൾട്ട് വന്നു എൻ്റെ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്ക്ലൂസീവ് ഇതുവരെ ആരെ മുന്നിലും കാണിക്കാത്ത ഈ ഒരു സാധനം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങൾ പലതും എന്നെ നിന്ന് പലതും പ്രതീക്ഷ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക. ഇതാ ഒരു A+ലെ നിഹാൽ സാർ അത് ഇന്ന് യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത്, അത് വലിയ കേരളം അറിയപ്പെടുന്ന അധ്യാപകനാണ്. കേരളം അറിയപ്പെടുന്ന അധ്യാപകൻ ഞാൻ അതിശോക്തി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും വലിയ നാളാവാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളെ നാളത്തെ പ്രതീക്ഷകൾ നാളെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി നാളെ കാണാം. നാളെ ലൈവ് വരാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബൈ.